ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡാറ്റ ഇന്റർപ്രിട്ടേഷന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് എന്ന് പറയുമ്പോൾ ഡിസംബർ 2024 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ബേസിക്കലി ഇത് എന്താന്ന് ചോദിച്ചാൽ ഇത് ക്ലാസ്സും ആണ്. ഡാറ്റ ഇന്റർപ്രിട്ടേഷനിൽ ഞാൻ ഇന്നലെ ബേസിക് തിയററ്റിക്കൽ ആസ്പെക്ട് ലേറ്റ് സെറ്റ് അല്ലേ, ലൈറ്റ് കൂടിയപ്പോ ഒരു ബ്ലർ ഉണ്ട് എൻ്റെ മുഖത്ത്. ഫാൻ ഇങ്ങനെ കറങ്ങുന്ന പ്രശ്നം ബേസിലാണോ? ഓക്കെ ആണല്ലേ? അനാമിക സെറ്റ് അല്ലേ? ചെയ്യുക. യെസ്, ഓക്കെ. അപ്പം ഏറ്റവും ലേറ്റസ്റ്റ് അപ്പം ഇന്നലെ ഡാറ്റ ഇന്റർപ്രിട്ടേഷന്റെ ആദ്യത്തെ ബേസിക് ആയിട്ടുള്ള ഒരു സെഷൻ കഴിഞ്ഞു, ബേസിക് തിയറി. ഇനി ഡാറ്റ ഇന്റർപ്രിട്ടേഷന്റെ സെഷൻ എന്ന് പറഞ്ഞാൽ PYQ ഡിസ്കഷൻ തന്നെയാണ് കേട്ടോ. ഓക്കെ, ഇത് ഡാറ്റ ഇന്റർപ്രിട്ടേഷന്റെ സെഷനാണ്, PYQ ഡിസ്കഷൻ ഒക്കെയാണ്. കാരണം ഡാറ്റ ഇന്റർപ്രിട്ടേഷനെ സംബന്ധിച്ച് നമ്മൾ ഇന്നലെ പറഞ്ഞു PYQ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, PYQ ചെയ്യാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണെന്ന് ചോദിച്ചാൽ പരമാവധി PYQ ചെയ്യണം. അപ്പൊ ഡാറ്റ ഇന്റർപ്രിട്ടേഷന്റെ ക്ലാസ് വരെ PYQ വരെ എന്നുള്ള ആസ്പെക്ട് ഇല്ല. ബേസിക് തിയറി കഴിഞ്ഞാൽ എവരിത്തിങ് വിൽ ബി സെയിം. അത് ഡാറ്റക്ക് മാത്രം ബാധകമായിട്ടുള്ള ഒരു നിയമമാണ്. ഓക്കെ, സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഏറ്റവും ലേറ്റസ്റ്റ്. ഇപ്പൊ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ, ഞാൻ നിങ്ങളോട് പറഞ്ഞു ഡാറ്റ ഇന്റർപ്രിട്ടേഷന്റെ ഏകദേശം 3000-ലധികം സ്ലൈഡുകളുള്ള ഏകദേശം 1000-300-ലധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, അപ്പം എല്ലാ പ്രാവശ്യവും റേറ്റ്സിന് മുൻവർഷത്തെക്കാളേറെ എന്തെങ്കിലും ബിയോണ്ട് കൊടുക്കണം എന്നാണ് ആഗ്രഹം. ഇപ്പൊ ഞാൻ മൊത്തം ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ക്വസ്റ്റ്യൻ എടുത്തിട്ട് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനം ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യാണ് കേട്ടോ. മാർക്ക്, ടോട്ടൽ മാർക്ക്, വാല്യൂ ഡിഫറൻസുകൾ. ഓക്കെ, ഏകദേശം 100-ലധികം കാറ്റഗറി ഉണ്ട്. കംപ്ലീറ്റ് കാറ്റഗറി ക്ലാസിഫൈ ചെയ്തിട്ട് ഓക്കെ അതങ്ങനെ റിവൈസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ഈ ബാച്ചിൽ ഡാറ്റ ഉദ്ദേശിക്കുന്നത്. കാരണം നമുക്ക് ഇപ്രാവശ്യം 5-ൽ മാർക്ക് വാങ്ങണം. അപ്പോൾ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ചിലപ്പോൾ JRF കുറച്ചധികം ക്ലാസ്സുകൾ വരാൻ സാധ്യതയുണ്ട്, JRF ക്ലബുകളിലും സംഭവങ്ങളിലും കാര്യങ്ങളിലും ഒക്കെ കേട്ടോ. കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ട് ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ഇതുവരെ ചോദിച്ചിട്ടുള്ളത് അത് മൊത്തം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ. പിന്നെ ആദ്യം പറയുന്നു ഈ ക്ലാസ് 0.5 സ്പീഡിലുള്ള ക്ലാസ് ആണ്. 0.5 സ്പീഡിലെ ക്ലാസ് ആണെന്ന് പറഞ്ഞാൽ കാൽക്കുലേഷൻ അവസാനം വരെ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിലും ബേസിക് കാൽക്കുലേഷൻ ആണെങ്കിലും ഒക്കെ അവസാന പോയിന്റ് വരെ ഉത്തരം കിട്ടുന്നത് വരെ കാൽക്കുലേഷൻ ചെയ്യുന്നതായിരിക്കും. പിന്നുള്ളൊരു കാര്യം, സാധാരണ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ അധികവും എക്സ്പ്ലനേഷൻ ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഫയലിൻ്റെ അടുത്ത് ഉണ്ടാവാറുണ്ട്. എക്സ്പ്ലനേഷൻ ഉണ്ടാക്കിയ ഫയലിൻ്റെ അടുത്തില്ല. അപ്പൊ നമ്മൾ ഈ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും എക്സ്പ്ലനേഷൻ ഉണ്ടാക്കുക. അപ്പം തന്നെ ആയിരിക്കും ഞാനും കണക്ക് ചെയ്യാം. അപ്പൊ ചിലപ്പോൾ കണക്ക് ചെയ്യാനുള്ളൊരു സമയം എടുക്കും. അപ്പൊ ചിലപ്പോൾ ക്വസ്റ്റ്യൻ തെറ്റാൻ സാധ്യതയുണ്ട്. അപ്പൊ തെറ്റുമ്പോൾ നിങ്ങൾ തിരുത്തി തന്നാൽ മതി കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ഒന്നും ഞാൻ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല, നിങ്ങളെ മുന്നിൽ നിന്നാണ് ഞാനും ചെയ്ത് നോക്കുന്നത്. അപ്പം ചിലപ്പോൾ തെറ്റും, അപ്പൊ നിങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്ത് തരും, അത്രേ ഉള്ളൂ. യാ, question first, marks and total marks concept വന്നിട്ടുള്ള ചോദ്യമാണ്. So basically we have the following table shows a percentage of marks obtained by 6 students in different subjects. Okay, 6 students in different subjects. Study the table and answer the question. Okay, study the table and answer the question എന്നാണുള്ളത്. ഫിസിക്സ് രാധിക, കരൺ, നീരജ്, പ്രിയങ്ക, സുജാത, പ്രീതി എന്ന് പറയുന്ന ആളുകൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഇംഗ്ലീഷ് ഇങ്ങനെയുള്ള 5 വിഷയങ്ങളിൽ ഔട്ട് ഓഫ് 100, 5ഉം ഔട്ട് ഓഫ് 100 ആണ്. ഔട്ട് ഓഫ് 100 കിട്ടിയിട്ടുള്ള മാർക്കാണ് ടേബിളിൽ തന്നിട്ടുള്ളത്. ഫിസിക്സിൽ 90 ഇങ്ങനെയാണ്, കെമിസ്ട്രിയിൽ ഇങ്ങനെയാണ്, മാത്സിൽ ഇങ്ങനെയാണ്, ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്. സോ ബേസിക്കലി ദിസ് ക്വസ്റ്റ്യൻ സീംസ് ടു ബി കമ്പാരിറ്റീവ്ലി ഈസി. കാരണം എല്ലാത്തിൻ്റെയും ടോട്ടൽ മാർക്ക് സെയിം ആണ്. ചിലതിന്റെ ടോട്ടൽ മാർക്ക് ക്വസ്റ്റ്യൻ വേണ്ടിയിട്ട് ഇവർ എന്ത് ചെയ്യാറ്, ഫിസിക്സ് ടോട്ടൽ 75 പറയും, ചിലത് 150 പറയും. നോർമലി എക്സാമിന് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, പിന്നെ ഇവർ പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ടഫ് ആവണല്ലോ എന്നുള്ള ഒറ്റൊരു ഉദ്ദേശത്തിന് ഇവർ അങ്ങനെ ചെയ്യും എന്നുള്ളത്. ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, which of the following received highest aggregate marks in all subjects? Okay, so basically we have ഇതിൽ തന്നിട്ടുള്ളത് പെർസെൻറ്റേജ് ഓഫ് മാർക്സ് തന്നെയാണ് കേട്ടോ. പെർസെൻറ്റേജ് ഓഫ് മാർക്സ് ആണ്. ഞാൻ പറഞ്ഞത് വെച്ചാൽ ടോട്ടൽ മാർക്സ് എല്ലാം സെയിം ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഈ ഔട്ട് ഓഫ് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുക. ഈ ടോട്ടൽ മാർക്ക് തന്നിട്ട് ഇവിടെ ഇത് എന്തുകൊണ്ടാണ് പ്രശ്നം അറിയോ? ഇവിടെ ഇത് ബേസിക്കലി ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
ഇഫ് ദ സ്കോർ ഈസ് ഇൻ 100, ഇതിന്റെ ഏറ്റവും വലിയ സുഖം എന്താ പറയുക, ഈ പെർസെൻറ്റേജ് ഓഫ് മാർക്സ് ഓക്കെ എന്നുള്ളതിനൊരു പ്രസക്തി ഇല്ല. കാരണം ഔട്ട് ഓഫ് 100 ആണെങ്കിൽ മാർക്കും പെർസെൻറ്റേജും സെയിം ആയിരിക്കും. ഇതിൽ നിങ്ങൾ പെർസെൻറ്റേജ് കണ്ടെത്തേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. എത്രയാണോ പെർസെൻറ്റേജ് അത്ര തന്നെയാണ് മാർക്ക്. ദ ഓൺലി റീസൺ അത് ഔട്ട് ഓഫ് 100 ആവണം. 100ന്റെ 90% എന്ന് പറഞ്ഞാൽ 90 ആണ്, 100ന്റെ 92% എന്ന് പറഞ്ഞാൽ 92 ആണ്. അപ്പൊ ഇതിൽ പെർസെൻറ്റേജ് ഓഫ് മാർക്സ് എന്നുള്ളതിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. സിൻസ് ഇറ്റ് ഹാസ് ബിൻ ഗിവൺ ഇൻ 100ൽ തന്നതുകൊണ്ട് മാത്രം. ഓക്കെ, 100 കാരണം എത്രയാണോ പെർസെൻറ്റേജ് അത് തന്നെയാണ് അതിന്റെ മാർക്ക് ഉണ്ടാവുക. അപ്പൊ നിങ്ങളത് പ്രത്യേകിച്ച് വാല്യൂ കാണേണ്ട ആവശ്യം ഈ ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല. ഓക്കെ, ബട്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് 100 ഓഫ് 150 ആണെങ്കിൽ പണി കുറച്ച് കണക്ക് ചെയ്യേണ്ടി വരുമായിരുന്നു. നടക്കൂലായിരുന്നു എന്നല്ല. ഓക്കെ, അടുത്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഏതും പെർസെൻറ്റേജ് മാർക്കിലേക്ക് മാറ്റാനൊന്നും നോക്കണ്ട. ഓക്കെ, പെർസെൻറ്റേജ് മാർക്കിലേക്ക് മാറ്റാനോ നോക്കേണ്ട ആവശ്യമില്ല. തന്ന് തന്നെയാണ് പെർസെൻറ്റേജും മാർക്കും ഒന്ന് മനസ്സിലാക്കാൻ. മനസ്സിലാക്കാന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ പലരും എന്നിട്ടും ഇതിൽ എങ്ങനെ പെർസെൻറ്റേജ് കാണണ്ടേ എന്നൊക്കെ ആലോചിച്ച് നടക്കും. ഓക്കെ ഓക്കെ, എന്നിട്ട് വെറുതെ 90/100 × 100 ഒക്കെ ചെയ്തിട്ട് 90 കണ്ടുപിടിക്കും അല്ലേ. സോ വി ഹാവ്, ആർക്കാണ് ഹയസ്റ്റ് അഗ്രിഗേറ്റ് മാർക്സ് ഇൻ ഓൾ ദ 4 സബ്ജക്ട്സ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ആർക്കാണ് ഹയസ്റ്റ് മാർക്ക് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ് ബേസിക്കലി ആദ്യം തന്നെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ചാറ്റ് ഒന്ന് ഹോസ്റ്റ് ഓൺലി ആക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കേസ്, നമുക്ക് രാധിക, കരൺ, നീരജ്, പ്രിയങ്ക, സുജാത, പ്രീതി ഇങ്ങനെയുള്ള 6 ആളുകളുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഈ 6 ആളുകളുടെയും കണക്ക് കൂട്ടും. അപ്പൊ ആദ്യം മനസ്സിലാക്കുക, ഓപ്ഷനിൽ തന്ന 4 ആളെ കണക്ക് മാത്രം കൂട്ടിയാൽ മതി. വെറുതെ പോയിട്ട് 6 ആളത് കൂട്ടാൻ നിൽക്കണ്ട. അങ്ങനെ 6 ആളത് കൂട്ടുമ്പോഴാണ് എന്തുണ്ടാവുക, നമ്മൾ അന്ന് പറഞ്ഞ ഡാറ്റ ഇന്റർപ്രിട്ടേഷന് സമയം തയ്യാത്ത പ്രശ്നം ഉണ്ടാവുക. ഓപ്ഷനിലുള്ള 4 ആളത് കൂട്ടിയാൽ മതി. ഓക്കെ, അപ്പൊ രാധികന്റെ കൂട്ടുക. ഓക്കെ, രാധികന്റെ കൂട്ടുക 90 + 85 എന്ന് പറഞ്ഞാൽ എത്ര? 175 + 95 എന്ന് പറഞ്ഞാൽ എത്ര? 270 + 98 എന്ന് പറഞ്ഞാൽ എത്ര? 368 അല്ലേ. തെറ്റുണ്ടെങ്കിൽ പറയാം. 368. രാധിക കഴിഞ്ഞാൽ പിന്നെ കരണ്, നീരജ്, പിന്നെ സുജാത. കരണ് 92, 90, 182, 272, 365 അല്ലേ. ആഡ് ചെയ്യുമ്പോൾ നീരജ് 86, 52, 75, 160, 300, 308, 315, 320 അല്ലേ. then സുജാത 130, 210, 295, 297. ഓക്കെ, 304. ഓക്കെ, 304 എന്നുള്ളതാണ്. സോ ബേസിക്കലി we have answer as രാധിക. ഞാൻ ഏതെങ്കിലും കാൽക്കുലേഷൻ തെറ്റുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഓക്കെ, ആ ഫ്ലോയിൽ ഇങ്ങനെ പോകുമ്പോൾ സോ ആൻസർ വിൽ ബി എ. ആർക്കാണ് കൂടുതൽ എന്നുള്ളത്, അഗ്രിഗേറ്റ് എന്ന് ചോദിച്ചാൽ എല്ലാം കൂടി കൂട്ടിയതെന്നേ ഉള്ളൂ. ഹയസ്റ്റ് അഗ്രിഗേറ്റ് മാർക്ക് എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി കൂട്ടിയാൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്, അത്രേ ഉള്ളൂ. സോ വി ഹാവ് രാധിക. സോ വി ഹാവ് 368. ഓക്കെ, രാധിക എന്നുള്ളത് തന്നെയാണ് നമുക്ക് അതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരാം. ഇതൊരു ഈസി ഡാറ്റ ആണോ എന്ന് ചോദിച്ചാൽ അല്ലേ, പെട്ടെന്ന് അങ്ങനെ പെർസെൻറ്റേജ് കാണുന്ന ആളുകളെ വെച്ച് നോക്കുമ്പോൾ അത് കുറച്ച് ഈസി ഒക്കെ തന്നെയാണ്. ഓക്കെ, കുറച്ച് ഈസി ഒക്കെ തന്നെയാണ്. ഓക്കെ എന്നുള്ളത് നമുക്ക് പറയാം. പക്ഷെ എല്ലാ ക്വസ്റ്റ്യനും എങ്ങനെയാണോ എന്നുള്ളത് നമുക്ക് നോക്കാം. വാട്ട് ഈസ് ഓവറാൾ പെർസെൻറ്റേജ് ഓഫ് കരൺ? കരണ്ട് ഓവറാൾ പെർസെൻറ്റേജ് എന്താണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കേസ്, ഡേറ്റ ഇന്റർപ്രിട്ടേഷനിൽ കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് വൃത്തിയിൽ ചെയ്യണം. ഒരു ബൈ നേച്ചർ നമ്മളൊക്കെ ഒരു സ്വഭാവം എന്താ വെച്ചാൽ, ഇതിൻ്റെ ഒക്കെ ഒരു സ്വഭാവം റഫ് പേപ്പറിൽ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ല അല്ലേ. അതായത് ഇങ്ങനെ ആയിരിക്കും റഫ് പേപ്പർ ഉണ്ടാവുക. 35 ഗുണിക്കണം 20 ഇവിടെ ചെയ്ത ഒരു മൂഡിന് 42 ഗുണിക്കണം 12 ഇവിടെ ചെയ്ത പിന്നെ അടുത്ത മൂഡിന് 28 ഗുണിക്കണം 12 ഇവിടെ കൈകാര്യം ചെയ്യാം. അതായത് വൃത്തി എന്നുള്ളത് ആവശ്യമില്ലപ്പോൾ മാത്രമേ വൃത്തിയിൽ എഴുതുക എന്നുള്ളത് സ്ട്രക്ചേർഡ് ആയിട്ട് നമ്മൾ എഴുതൂല. അപ്പോൾ ആദ്യം മനസ്സിലാക്കുക, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ക്വസ്റ്റ്യനിലേക്ക് അങ്ങനെ സ്ട്രക്ചർ ആയിട്ട് വൃത്തിയിൽ എഴുതണം.
അതെന്തിനാണെന്നറിയോ? അതെന്തിനാണെന്നറിയുന്നത് വെച്ചാൽ ഈ രണ്ടാമത്തെ ചോദ്യം നോക്കി. രണ്ടാമത്തെ ചോദ്യം എന്താ? വാട്ട് ഈസ് ഓവറാൾ പെർസെൻറ്റേജ് ഓഫ് കറണ്ട്? കറണ്ട് ഓവറാൾ പെർസെൻറ്റേജ് എത്രയാണ്? അതിന് നമുക്ക് കറണ്ട് കൂട്ടണം. നമ്മൾ ചിലപ്പോൾ പിന്നെയും കൂട്ടും. ഇതെന്തിനാ കൂട്ടുന്നത്? കറണ്ട് ഇവിടെ നമ്മൾ ആദ്യം കൂട്ടിയിട്ടുണ്ട്. അത് വൃത്തിയിൽ എഴുതിയാലേ തിരിച്ചു പോയി നോക്കുമ്പോൾ കറണ്ടാന്ന് അറിയുള്ളൂ. ഇല്ലെങ്കിൽ ഇതാരുടെ ഇനി ഇതാരുടെ ഇനി ഇതാരുടെ ഇനി എന്ന് അവിടെ അന്വേഷിച്ച് നടക്കണ്ടേ. അതിലേറെ നല്ല ഇവിടെ കൂട്ടായിരിക്കും. ഓക്കെ, അതാണ് ഞാൻ വൃത്തിയിൽ എഴുതണം എന്ന് പറഞ്ഞത്. അപ്പോൾ കറണ്ട് ഓൾറെഡി നമ്മൾ കൂട്ടിയിട്ടുണ്ട്. 365 എന്നുള്ളതാണ് കറണ്ട് മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, 365 എന്നുള്ളതാണ്. ഈ പെർസെൻറ്റേജ് നോക്കാം. ടോട്ടൽ മാർക്ക് എത്ര? 1 2 3 4 400 ആണ്. 400-ൽ 365 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 365 എന്ന് പറഞ്ഞാൽ 400 എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആലോചിക്കാനൊന്നുമില്ല. 400 എന്ന് പറഞ്ഞാൽ 100% 40 എന്ന് പറഞ്ഞാൽ 10% 4 എന്ന് പറഞ്ഞാൽ 1%. 36-ൽ 9 4, 5-ൽ 1 4, ശിഷ്ടം 1. ഓക്കെ, 10-ൽ 2, ശിഷ്ടം 2, 20-ൽ 5, 91.25. ഓക്കെ, വി ഹാവ് 91.25. ഓക്കെ, ഓപ്ഷൻ ഡി ആസ് എ correct answer. Okay, 91.25. Option D as a correct answer for this particular question. Okay, for this particular question. Clear ആണല്ലോ അല്ലേ? ക്വസ്റ്റ്യൻ ഒക്കെ ഐ തിങ്ക് ഇറ്റ്സ് എ വെരി ഈസി വൺ. ഒന്നുമില്ല, ഇതിൽ ഡയറക്റ്റ് ആയി ചോദിച്ചത് കറണ്ട് പെർസെൻറ്റേജ് എത്ര എന്നുള്ളതാണ്. അപ്പൊ കറണ്ട് പെർസെൻറ്റേജ് എത്ര കാണെങ്കിൽ കറണ്ട് ടോട്ടൽ മാർക്ക് എത്ര കാണണം. കറണ്ട് ടോട്ടൽ മാർക്ക് എത്ര നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ട്, നമ്മൾ വൃത്തിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 365/500 into 100. ഓക്കെ, 500 അല്ല, 100 100 100 100 400 into 100 അങ്ങനെ പെർസെൻറ്റേജ് ചെയ്തു എന്നേ ഉള്ളൂ. അത് നമ്മൾ കുറച്ചുകൂടി സ്പീഡിൽ ഇങ്ങനെ ചെയ്ത് ശീലിച്ചത് കൊണ്ട് അത് സ്പീഡിൽ പറയാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. Moving to next question. Which of the following pair of student has the smallest ratio between physics marks scored between them? Physics marksന്റെ സ്മോളസ്റ്റ് റേഷ്യോ ആരൊക്കെ തമ്മിലാണ് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ഏതോ ഒരു കുട്ടിക്ക് ഇതെന്ത് ഭയങ്കര ഈസി ക്വസ്റ്റ്യൻ ആയോ എന്നൊരു കംപ്ലൈന്റ് എന്നോട് പേഴ്സണലി പറഞ്ഞിരുന്നു. ആ കംപ്ലൈന്റ് ഇനി ഉണ്ടാവില്ല എന്ന് കരുതുന്നു, അല്ലെ? സോ ലെറ്റ്സ് ട്രൈ ടു ഡു ദിസ് വൺ. അപ്പൊ എന്താണ് ചോദ്യം? രാധിക കരൺ ഫിസിക്സ് എത്ര? ഫിസിക്സ് ഇതാണ് 90:92. നീരജ് കരൺ 86:92. Then Suchada Neeraj 77:86. Then Priyanka Suchada 63:77. Sorry. ഇതിലേതാണ് ഏറ്റവും ചെറിയ റേഷ്യോ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഹരിക്കണം എന്നല്ലാതെ വേറെ ഓപ്ഷൻ ഒന്നുമില്ല. ഏതാണ് ഏറ്റവും ചെറിയ റേഷ്യോ? ഓക്കെ, നമുക്ക് ചിലതൊക്കെ ഒരു പരിധി വരെ നമുക്ക് വെട്ടിച്ചെറുതാക്കാം. ഓക്കെ, ചിലതൊക്കെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് വെട്ടിച്ചെറുതാക്കാം. സോ ബേസിക്കലി നമുക്ക് നേരെ ഹരിച്ചെന്ന് നോക്കാം. കാരണം വെട്ടിച്ചെറുതാക്കിയാലും പിന്നെ ഹരിക്കണം എന്നുള്ളത് കൊണ്ട് ആദ്യം തന്നെ വലുപ്പം ഹരിച്ചു നോക്കാം. ഓക്കെ, 90/92 ആണ് ആദ്യത്തത്. 90/92 എന്ന് പറഞ്ഞാൽ എന്താ? 90-ൽ എത്ര തവണ 92 പോകുന്നതാണ് ചോദ്യം, അല്ലെ? 90-ൽ എത്ര തവണ, അതാണ് റേഷ്യോന്റെ വാല്യൂ എന്ന് പറയുന്നത്. 92 പോകുന്നതാണ്. 90-ൽ 92 0 തവണ പോകും. അപ്പൊ പോയിന്റ് ഇടും. ഇപ്പൊ 900 ഇടും. 900-ൽ ഒരു 92 ഒരു 9 തവണ പോകാൻ സാധ്യതയുണ്ട്, അല്ലെ? 9 2 90 92 45 46. ഓക്കെ, 9 2 18, ശിഷ്ടം 1, 9 9 81 82 2 7.
72. ആദ്യം നമുക്കൊരു പോയിന്റിനെയാണ് വെച്ചിട്ട് ഇവിടെ നിർത്താം. ഓക്കെ, ചിലപ്പോൾ ബാക്കിയുള്ളതിൻ്റെ പോയിന്റിനെയാണ് വരികയാണെങ്കിൽ നമ്മൾ അവിടുന്ന് വീണ്ടും ചെയ്യേണ്ടി വരിക. ഇപ്പൊ ഞാൻ ഇവിടെ നിർത്തി. ഏറ്റവും ചെറുതാ അടുത്ത 86/92 നോക്കുന്നു. 86/92 എന്ന് നോക്കുന്ന സമയത്ത് 86-ൽ എത്ര തവണ 92 പോകും എന്നുള്ളതാണ്. We have again 0.9, 860, 828, 32. അവിടെ നിൽക്കട്ടെ. അടുത്തത് 77/86 ആണ്. 77-ൽ എത്ര 86 പോകും എന്നുള്ളതാണ്. 770, 770-ൽ 86 എന്ന് പറയുമ്പോൾ 9 times 9 6 54 5 9 8 72 774 ഉണ്ടാവും. അപ്പൊ 9 times പോകില്ല അല്ലെ, 8 times ആണ് ഇപ്പോൾ. ഓക്കെ, വി ഹാവ് 8 times ആണ് 770-ൽ പോകുന്നത്. ഡിവൈഡഡ് ബൈ 86. ഇനി അടുത്തോടി ചെയ്യാം. 63/77. 63-ൽ 77 എത്ര തവണ പോകുന്നുള്ളതാണ്. 0.630. 630 77 വീണ്ടും 8 തവണയായിരിക്കും അല്ലെ. 8 into 7 is 56. 5. 8 into 7 is 56. 61. 14. അപ്പം ഇവിടെയും 0.8 ആണ്, ഇവിടെയും 0.8 ആണ്. അപ്പം ഇതിൽ ഏറ്റവും ചെറുത് കാണുന്നത്. അപ്പൊ അതായത് ഞാൻ ഇതെന്തുകൊണ്ടാണ് പറഞ്ഞത്, ഇവിടെ നിങ്ങൾ ഈ 0.9 ശേഷം നിങ്ങൾ ചെയ്യേണ്ട ഇൻഡെപ്തിലേക്ക് പിന്നെ ഇങ്ങനെ ലാസ്റ്റ് പോയിന്റിലേക്ക് പോവേണ്ട ആവശ്യമില്ല. ഓക്കെ, ലാസ്റ്റ് പോയിന്റിലേക്ക് പോവേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടും 0.8 ആകുമ്പോൾ ഇത് രണ്ടും നമ്മൾ ഒന്നുകൂടി ലാസ്റ്റ് പോയിന്റിലേക്ക് പോയാൽ മതി. ഓക്കെ, ഇത് രണ്ടും നമ്മൾ ഒന്നുകൂടി ലാസ്റ്റ് പോയിന്റിലേക്ക് നമ്മൾ പോയാൽ മതി എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആസ്പെക്ട്. അപ്പൊ നമ്മൾ 77/86-ൽ 774 ഉണ്ടാവില്ല. ഓക്കെ, 0.8 എത്ര വരിക, 9 വരിക. 77/86 എന്ന് പറയുമ്പോൾ 0.89 വരും. ഓക്കെ, 63/77 എന്ന് പറയുമ്പോൾ 0.81 വരും. അപ്പൊ ഇതിൽ ഏറ്റവും ചെറുത് ഏതാണ്? ഇതാണ്. സോ വിൽ ബി ഹാവിംഗ് ഓപ്ഷൻ ഡി ആസ് എ കറക്റ്റ് ആൻസർ. അപ്പൊ ഇവിടെ ഇവർ ചോദിച്ചിട്ടുള്ളത്, ഓക്കെ, ഇവിടെ ഇവർ ചോദിച്ചിട്ടുള്ളത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനില് സ്മോളസ്റ്റ് റേഷ്യോ ഏതാണ് എന്നുള്ളതാണ്. ഇപ്പൊ ശരിക്കും സ്മോളസ്റ്റ് റേഷ്യോ ഇങ്ങനെ നോക്കി പറയാൻ പറ്റുമെങ്കിൽ അങ്ങനെ നോക്കി പറയാം. പക്ഷെ ഇതൊക്കെ ഡിഫറെന്റ് വാല്യൂസ് ആയതുകൊണ്ട് സ്മോളസ്റ്റ് റേഷ്യോ നമുക്ക് അങ്ങനെ നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, സ്മോളസ്റ്റ് റേഷ്യോ അങ്ങനെ നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഹയസ്റ്റ് ഡിഫറൻസ് വെച്ചിട്ട് നോക്കാൻ പറ്റില്ല. ഹയസ്റ്റ് ഡിഫറൻസ് വെച്ചിട്ട് എല്ലാ കേസിലും നമുക്ക് നോക്കാൻ പറ്റണമെന്നില്ല. അത് എപ്പോഴും റേഷ്യോന്റെ കേസിൽ ഡിഫറൻസ് വർക്കൗട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, ഡിഫറൻസ് വർക്കൗട്ട് ചെയ്യണം നിർബന്ധമില്ല. അപ്പൊ നിങ്ങൾ ഇങ്ങനെ നോക്കൂ. ഓക്കെ, നമ്മളൊരു എന്താ വെച്ചാൽ ഇപ്പോൾ 4 and 2 എന്നുള്ള ഡിഫറൻസിലെ റേഷ്യോ ഒക്കെ ചിലപ്പോൾ 0.5 ആയിരിക്കും. ഓക്കെ, 0.5 ആയിരിക്കും. പക്ഷെ അതേസമയം 44/45 എന്താണ് 44/45 എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റുകളിൽ ചിലപ്പം റേഷ്യോ കുറവായിരിക്കും. ഓക്കെ, അപ്പം വാല്യൂ അങ്ങനെ ചിലയിടത്ത് അത് വർക്കൗട്ട് ചെയ്യും. പക്ഷെ ഇത് ഇങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഓക്കെ, ഇങ്ങനെ ചെയ്യുക എന്നുള്ളതാണ്. അത് ചിലപ്പോൾ വേണമെങ്കിൽ 90 92 വെട്ടി ചെറുതാക്കി 45-ഉം 46-ഉം ആക്കിയിട്ട് അവിടെയും നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാം. അങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യാം. ബട്ട് യു വിൽ ഹാവ് ടു ഡിവൈഡ്. ഓക്കെ, ഇവിടെ പിന്നെ ഏതായാലും നമുക്ക് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് ഏതായാലും നമുക്ക് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ ചിലപ്പോൾ എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ ബേസിക്കലി അതിലേക്ക് അങ്ങോട്ട് പോവില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് സാർ. കാരണം നമുക്ക് ലോവസ്റ്റ് ആണ്. ലോവസ്റ്റ് ആണ് ഉള്ളത്. അപ്പൊ ഇതിൽ ശരിക്കും ഇത് ഏറ്റവും ഡിഫറൻസ് കൂടുതൽ ഇതിനാണ്. ഏറ്റവും ഡിഫറൻസ് കൂടുതൽ ഇതിനാണ്. അപ്പൊ അതുകൊണ്ട് ഇതാണ് നമുക്ക് ലോവസ്റ്റ് റേഷ്യോ എന്ന് പറയാൻ പറ്റും. പക്ഷെ അതേസമയം നിങ്ങൾ നോക്കൂ, 4:2. ഇപ്പോൾ 4-ഉം 2-ലും ഡിഫറൻസ് 2 ആണ്. ഇത് 2 ആണ്. ഇത് 2 ആണ്.
നമ്മൾ നേരെ വന്നിട്ട് നിങ്ങൾ നോക്കൂ, 51ഉം 50 എടുത്ത് നോക്കൂ. ഇവിടെ ഡിഫറൻസ് ഓക്കെ, 51ഉം 50 ഇവിടെയാണ് ഡിഫറൻസ് കൂടുതൽ, പക്ഷെ ഇവിടെയാണ് റേഷ്യോ കൂടുതൽ. ഇവിടെയാണ് ഡിഫറൻസ് കൂടുതൽ, പക്ഷെ ഇവിടെയാണ് റേഷ്യോ കുറവ്. ഞാൻ പറഞ്ഞു ക്ലിയർ ആയല്ലോ. ചിലർ ഈ വാല്യൂവിന്റെ ഡിഫറൻസ് വെച്ചിട്ട് വർക്ക്ഔട്ട് ചെയ്തുകൂടെ എന്ന് ചോദിച്ചിരുന്നു. എല്ലാ ക്വസ്റ്റിനും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, റിമൈൻഡർ വെച്ചിട്ടും നമുക്ക് ബേസിക്കലി ചെയ്യാൻ പറ്റില്ല എന്ന് ചോദിച്ചാൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സെയിം വാല്യൂ ആണെങ്കിൽ ചെയ്യാം. അതായത് ഇതിലിപ്പോൾ രണ്ടിലും ഡിവൈഡ് ചെയ്യപ്പെടേണ്ടത് സെയിം ആണെങ്കിൽ നമുക്ക് നോക്കാം. ഇതിൽ രണ്ടിലും 92 ആണ് ഡിവൈഡ് ചെയ്യേണ്ടത് എന്നുള്ളത് കൊണ്ട് ഇതിലേതാണ് ഓക്കെ ലോവസ്റ്റ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ എല്ലാം നമുക്ക് അങ്ങനെയല്ലല്ലോ വരുന്നത്. ഓക്കെ, എല്ലാം നമുക്ക് അങ്ങനെയല്ല വരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സോ ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 3. നമ്മൾ റേഷ്യോ കാണുന്നു, ലോവസ്റ്റ് റേഷ്യോ കാണുന്നു. ഇതാണ് ലോവസ്റ്റ് റേഷ്യോ 0.81. ഓപ്ഷൻ ഡി ഈസ് എ കറക്റ്റ് ആൻസർ ഹിയർ. ഓക്കെ, ഓപ്ഷൻ ഡി ഈസ് എ കറക്റ്റ് ആൻസർ ഹിയർ. അടുത്തത്, what is average marks obtained by the students with 4 highest score in physics? What is the average marks obtained by the students with 4 highest score in physics? Okay, ഫിസിക്സിലെ 4 ഹയസ്റ്റ് സ്കോറിന്റെ ഓക്കെ ആവറേജ് എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. സോ 90, 92, 77, 86 അല്ലേ? We have $90, $92, $86, $77. Okay, we have $90, $92, $86, $77 എന്നുള്ളതാണ് നമുക്കുള്ളത്. So question is average marks obtained by the students with 4 highest. അപ്പോൾ ഫിസിക്സിലെ 4 ഹയസ്റ്റ് സ്കോർ ഇതുമാണ്. അപ്പോൾ അത് നാലും കൂടി നമുക്ക് ആഡ് ചെയ്യണം. 90, 180, 80, 260, 330, 337, 343, 345. സോ 345 അല്ലേ? അതെല്ലാം കൂടി ആഡ് ചെയ്താൽ 345. അതിനെ നമ്മൾ 1, 2, 3, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 86.25 will be having option D as a correct answer. Okay, we'll be having option D as a correct answer. ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യന് നമുക്ക് ഓപ്ഷൻ ഡി എന്നുള്ളതായിരിക്കും നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക്. ക്ലിയർ ആയി എന്ന് കരുതുന്നു. നാല് മാർക്ക് മാത്രം എടുത്ത് എന്താന്ന് ചോദിച്ചാൽ ചെങ്ങായിമാര് 4 എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. 4 ഹയസ്റ്റ് സ്കോർസ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ചെങ്ങായിമാർ അങ്ങനെ 4 ഹയസ്റ്റ് സ്കോർസ് എന്ന് പ്രത്യേകം പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ 4 മാർക്ക് മാത്രം എടുത്തത് കേട്ടോ. 4 മാർക്ക് മാത്രം എടുത്ത്. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. According to the marks obtained, what is the percentage of Neeraj in best 3 subject? നീരജിന്റെ ബെസ്റ്റ് 3 സബ്ജക്റ്റിന്റെ മാർക്ക് എത്രയാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഔട്ട് ഓഫ് വാട്ട് വി ഹാവ്, ഈ പറയപ്പെടുന്ന 4 സബ്ജക്റ്റുകളിൽ നീരജിന്റെ ബെസ്റ്റ് 3-ലെ ആവറേജ് എത്രയാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നീരജ് ബെസ്റ്റ് 3 എന്ന് പറയുമ്പം 86, 82, 77 ഇതാണ്. അപ്പൊ അത് ആഡ് ചെയ്യണം. 850, 160, 230, 238, 245 എന്ന് പറയുമ്പോ 816 ഓപ്ഷൻ ബി. ഓക്കെ, വിൽ ബി ഹാവിംഗ് ഓപ്ഷൻ ബി ആസ് എ കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ബി എന്നുള്ളതാണ് നമുക്ക് കറക്റ്റ് ആൻസർ ഉണ്ടാവുക ഈ ക്വസ്റ്റ്യന് എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആണ് എന്ന് കരുതുന്നു. അപ്പം ഈ ഒരു 5 ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. സോ ഫസ്റ്റ് സെറ്റ് ഈസ് കംപ്ലീറ്റ്. ആവറേജ് അല്ലാലോ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് എ പെർസെൻറ്റേജ് വാട്ട് ഈസ് എ പെർസെൻറ്റേജ് ഓഫ് നീരജ് ഇൻ ബെസ്റ്റ് 3 സബ്ജക്ട്സ് എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെയല്ലേ വരിക? ഞാൻ കണ്ടെങ്ങനെ ആയിപ്പോയില്ലേ, സോറി സാർ. അങ്ങനെയല്ല കാണേണ്ടത്, പക്ഷെ ഉത്തരം സെയിം തന്നെ കിട്ടും കേട്ടോ.
പക്ഷെ മാർഗം പ്രധാനമാണ്. ഓക്കെ, അതായത് പെർസെൻറ്റേജ് ഓഫ് നീരജ് ഇൻ ബെസ്റ്റ് 3 സബ്ജക്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം 3 സബ്ജക്റ്റിലൂടെ നീരജിന്റെ മാർക്ക് 245 ആണ്. അത് പെർസെൻറ്റേജ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 245/300 × 100 again will be having 81.6. but this is a proper way. ഞാൻ നേരത്തെ ആവറേജ് എന്നാണ് കണ്ടത്. ഈ ക്വസ്റ്റ്യനിൽ 100% ആയതുകൊണ്ടാണ് ആവറേജ് ചെയ്തപ്പോഴും ഇത് രണ്ടും ചെയ്ത സമയത്ത് സെയിം ആൻസർ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ബട്ട് ദിസ് വിൽ ബി ദ വേ വിൽ ബി ഡൂയിങ് ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. യാ, സോ ഐ ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്ന് കരുതുന്നു. സോ 5 ക്വസ്റ്റ്യൻ സെറ്റ് അല്ലേ? ഈസി ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ, ഈസി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ മനസ്സിലാക്കുക, കഴിഞ്ഞ കൊല്ലത്തെ പരീക്ഷൻ്റെ ഏറ്റവും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണത് കേട്ടോ. ഏറ്റവും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണത്. ഇതിലേറെ ഈസി ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ കൊല്ലം ചോദിച്ചിട്ടില്ല. ഓക്കെ, ഇതാണ് ഏറ്റവും ഈസി ക്വസ്റ്റ്യൻ. യാ, പിന്നെ ഈ ക്വസ്റ്റ്യൻ കിട്ടാതിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഈ ക്വസ്റ്റ്യനൊക്കെ കിട്ടിയ എല്ലാവർക്കും ഉത്തരം കിട്ടൂലേ? അല്ലേ? നമ്മളൊക്കെ ഈ തിരക്കിട്ടി രാത്രിയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് 4 മണിയായിട്ട് പഠിക്കുന്ന നമുക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ടാവില്ല. ഇത് കിട്ടിയവർ നിർഭാഗ്യവാന്മാരാണ്, ഭാഗ്യവാന്മാരല്ല കേട്ടോ. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അത് കിട്ടിയവരൊക്കെ എന്ത് ഭാഗ്യവാന്മാരാണോ എന്നുള്ളത്, എല്ലാം നിർഭാഗ്യവാന്മാരാണ്. ഓക്കെ, സോ ദിസ് ഈസ് ഇറ്റ്. കാരണം ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ഒക്കെയാണ് നമുക്കൊരു എക്സ്ട്രാ അടിച്ച് തരാം. എത്രത്തോളം ടഫ് വരുന്നു അത്രത്തോളം അടിച്ച് നമുക്ക് തരും. നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ എത്രത്തോളം ടഫ് വരുന്നു അത്രത്തോളം അടിച്ച് പഠിച്ചാൽ ബാക്കിയുള്ളവർക്ക് തരും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്.